പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP നിയമനങ്ങൾ ഒഴിവുകൾ വളരെയധികം കുറയാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി കണ്ടിട്ടുണ്ടാവും അല്ലേ. അന്തർജില്ലാ സ്ഥലമാറ്റ വിഹിതം കൂട്ടി എന്ന ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും പത്രമാധ്യമങ്ങളിൽ കൂടി കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അന്തർജില്ലാ സ്ഥലമാറ്റ വിഹിതം കൂട്ടിയാൽ PSC വഴിയുള്ള നിയമനങ്ങൾ കുറയാനുള്ള സാധ്യതയേറെയാണ്. ഇപ്പോൾ ധാരാളം ഇപ്പോൾ ജില്ലകളിൽ വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറച്ച് കട്ട് ഓഫ് മാർക്ക് കൂട്ടി ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു തിരിച്ചടി കൂടിയാണ് അന്തർജില്ലാ സ്ഥലമാറ്റം വഴി ഉദ്യോഗാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. കാരണം 1999 മുതൽ 2018 വരെ 30% അന്തർജില്ലാ സ്ഥലമാറ്റം. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഇടപെടൽ മൂലം അത് 2022 അന്തർജില്ലാ സ്ഥലമാറ്റം വിഹിതം വെട്ടിക്കുറച്ച് ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനങ്ങൾ പൊതുവെ ഒരു മാറ്റം ഉണ്ടായി വന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഹൈസ്കൂൾ തസ്തികകളിലും അന്തർജില്ലാ സ്ഥലമാറ്റം അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വർദ്ധിപ്പിച്ചു. അത് LP-UP എല്ലാം ഉൾപ്പെടെയാണ് അന്തർജില്ലാ സ്ഥലമാറ്റം വിഹിതം വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ അത് 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് PSC വഴിയുള്ള നിയമനങ്ങൾ കുറയാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്തർജില്ലാ സ്ഥലമാറ്റം വഴി വടക്കൻ ജില്ലകളിൽ നിന്നും തെക്കൻ ജില്ലകളിലേക്കും തെക്കൻ ജില്ലകളിൽ നിന്നും വടക്കൻ ജില്ലകളിലേക്കൊക്കെ ധാരാളം മാറ്റങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പൊതുവെ നിയമനങ്ങൾ കുറയാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഓരോ ജില്ലകളിലും ഉണ്ടാകുന്ന ഒഴിവുകൾ ഇങ്ങനെ നികത്തപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ നിയമനങ്ങൾ PSC വഴിയുള്ള നിയമനങ്ങളൊക്കെ തന്നെ കുറയാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ നിയമനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമാറ്റങ്ങളൊക്കെ അതിന്റെ വിഹിതം കൂട്ടിയാൽ ഒരു പരിധിവരെ ആ നിയമനങ്ങളെല്ലാം തന്നെ നടക്കാനുള്ള സാധ്യതകൾ, ഒഴിവുകൾ വരാനുള്ള സാധ്യതകൾ കുറയുകയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ടേമിൽ നിന്ന് കഴിഞ്ഞതിന് മുമ്പിലത്തെ ടേമിൽ നിന്ന് കഴിഞ്ഞ ടേമിൽ ഇപ്പോൾ തീരാൻ പോകുന്ന റാങ്ക് പട്ടിക എടുത്തു നോക്കിയാൽ നിയമനങ്ങളൊക്കെ തന്നെ വളരെ കുറവാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്, സാറേ റാങ്ക് ലിസ്റ്റിൽ ഇത്ര സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിയമനങ്ങൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വിഹിതങ്ങളൊക്കെ കൂട്ടുന്ന അവസരത്തിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഒരു തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. പഴയ പോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഈ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ട് നിവേദനങ്ങളൊക്കെ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് നിയമനങ്ങൾ ഒരു പരിധിവരെ കൂട്ടാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിലവിൽ റാങ്ക് പട്ടിക തീരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളും ഇനി പുതിയ റാങ്ക് പട്ടികയിൽ വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളും എല്ലാം തന്നെ നിയമനങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഉള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് നടത്തേണ്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുൻ വർഷങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിയമനങ്ങൾ പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്വൈസുകളൊക്കെ വന്നുകൊള്ളും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ധാരാളം. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ നിയമനങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ നിയമനങ്ങൾ നടന്നാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂട്ടായ ഒരു പ്രവർത്തനങ്ങൾ ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം
അവരുടെ ജില്ലകളിലൊക്കെ തന്നെ ഗ്രൂപ്പ് ലീഡേഴ്സ് ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടായ പ്രവർത്തനം നടത്തി നിയമനങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള തീരാൻ പോകുന്ന റാങ്ക് പട്ടികയിലെല്ലാം തന്നെ നിയമനങ്ങൾ കൂടുതൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കണം. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ നിയമനങ്ങൾ കൂടുതൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ കൂടുതൽ അഡ്വൈസുകൾ പോവുകയുള്ളൂ. PSCയെ സംബന്ധിച്ചിടത്തോളം ഒഴിവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ PSCയിലേക്ക് ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൂട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.